പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NISന്റെ SSLC +2 2025 മാർച്ച് ഏപ്രിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ PCP ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്കറിയാം 2025 പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ പ്രാക്ടിക്കൽ പരീക്ഷ മാർച്ച് 10 ശേഷവും, തിയറി പരീക്ഷ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞാൽ തിയറി പരീക്ഷയും തുടങ്ങും. മെയ് മാസത്തിലും പരീക്ഷ ഉണ്ടായിരിക്കും. ജൂൺ അവസാന വാരത്തോടെയാണ് റിസൾട്ട്. ഇപ്പോൾ 1-2 വർഷമായിട്ട് കമ്പൽസറി ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് PCP. നമുക്കറിയാം PCP എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാമാണ്. NISന്റെ കോഴ്സുകൾ ഒരു ഡിസ്റ്റൻസ് മോഡൽ, നമ്മളെല്ലാവരും ഡിസ്റ്റൻസ് ചെയ്യുന്നതാണ്. സാധാരണ കേരള ഹയർ സെക്കൻഡറി പോലെ നമ്മൾ റെഗുലർ ആയിട്ട് പോയി പഠിക്കുന്ന ഒരു കോഴ്സ് അല്ല. അവിടെ എക്സാം നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിന് നമുക്ക് എന്ത് കിട്ടുന്നില്ല, എക്സാം സെന്റർ കിട്ടുന്നില്ല. കേരള ഹയർ സെക്കൻഡറി ഒക്കെ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തിന് ചിലപ്പോൾ നമുക്ക് എന്ത് കിട്ടാറുണ്ട്, സ്കൂളിൽ തന്നെ എക്സാം സെന്റർ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോഴ്സാണ് NISന്റെ കോഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ എക്സാമിന് മുമ്പായിട്ട് പേഴ്സണൽ കോണ്ടാക്ട് പ്രോഗ്രാം നമ്മുടെ NISന്റെ സ്റ്റഡി സെന്ററിൽ നിന്നും, സ്റ്റഡി സെന്റർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അഡ്മിഷൻ എടുത്ത ഏതെങ്കിലും അക്കാദമിയോ കമ്പ്യൂട്ടർ സെന്ററോ പ്രൈവറ്റ് സ്ഥാപനമോ അല്ല. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ 3 സ്റ്റഡി സെന്ററുകൾ രജിസ്റ്റർ ചെയ്യാൻ സെലക്ട് ചെയ്യുന്നില്ല. ഒന്നാമത്തെ സെന്ററാണ് നമ്മുടെ സ്റ്റഡി സെന്ററായി വരുന്നത്. നിങ്ങളുടെ NISന്റെ ID കാർഡിലും അതാണ് വരുന്നത്. നിങ്ങളുടെ അസൈൻമെന്റിന്റെ മാർക്ക് ഇടുന്നതും പ്രാക്ടിക്കലിന്റെ മാർക്ക് ഇടുന്നതും ഒക്കെ ഈ സ്റ്റഡി സെന്ററാണ്. അവിടെ വെച്ചിട്ടാണ് ക്ലാസ് നടക്കുന്നത്. അപ്പൊ എന്താണ് PCP, വാട്ട് ഈസ് PCP, ഇത് കമ്പൽസറി ആണോ, അത് എവിടെ ആയിരിക്കും, അതിന്റെ മാർക്ക് സിസ്റ്റം എന്തൊക്കെയാണ്, യൂസ്ഫുൾനെസ് എന്തൊക്കെയാണ്. അപ്പൊ PCP എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. NIS ഒരു ഡിസ്റ്റൻസ് മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാമിന്റെ മുമ്പ് പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ ഓറിയന്റഡ് വിഷയങ്ങൾ നിർബന്ധമായും ക്ലാസ്സുകൾ നൽകാറുണ്ട്. ഇപ്പൊ പ്രാക്ടിക്കലി നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ അത് ചെയ്യാൻ അറിയണം. ഒക്കെ ഡിസ്റ്റൻസ് ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കാൻ നല്ലത്, അത് ചെയ്യേണ്ടത് നമുക്കറിയണം. ഒരു കമ്പ്യൂട്ടറാണ്, ആ കമ്പ്യൂട്ടർ എങ്ങനെ ഉപയോഗിക്കണം ഇതൊക്കെ അറിയേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് കമ്പൽസറി. മുമ്പ് ഈ ക്ലാസ് ഉണ്ടായിരുന്നു, അപ്പൊ അത് നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് കമ്പൽസറിയാണ്. കമ്പൽസറി ആകാൻ കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ 50% മാർക്കും ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ കിട്ടും. മുമ്പ് നിർബന്ധമല്ല, വേണമെങ്കിൽ പോകാം, പോയിട്ടിലേക്ക് പരാതിയില്ല. ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ 20 മാർക്കാണ് പ്രാക്ടിക്കൽ. ആ പ്രാക്ടിക്കലിൽ 10 മാർക്ക് ഈ ക്ലാസ്സിന് പങ്കെടുത്താൽ, നമ്മൾ അവിടെ പോയി ഇരുന്ന ക്ലാസ്സിന് കേട്ട 10 മാർക്ക് നമുക്ക് ഫ്രീ ആയി കിട്ടാണ്. പിന്നുള്ള 10 മാർക്കാണ് നമ്മൾ അവിടെ നടക്കുന്ന റിട്ടൺ എക്സാം. സാധാരണ പ്രാക്ടിക്കൽ എക്സാം ഒക്കെ നടക്കുമ്പോൾ നമ്മൾ കേരള ഹയർ സെക്കൻഡറിയിലൊക്കെ ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ ലബോറട്ടറിയിൽ ചെയ്ത് കാണിക്കണം, ലാബിൽ പോയി എക്സ്പെരിമെന്റ് ചെയ്ത് കാണിക്കണം. ഇവിടെ അതല്ല. ഇവിടെ നമ്മൾ റെക്കോർഡ് എഴുതണം. റെക്കോർഡ് എഴുതിയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ്, ടെസ്റ്റ് പേപ്പർ, വൈവ, ഇങ്ങനെയുള്ള ഈ രീതിയിലാണ് അവർ നടത്തുന്നത്. അപ്പൊ ഈ റെക്കോർഡിൽ എന്ത് എഴുതണം, അതിന്റെ ഫോർമാറ്റ് എന്തൊക്കെയാന്നുള്ളത് പ്രാക്ടിക്കൽ എക്സാമിന് മുമ്പ് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കണം. അതൊക്കെ ഈ ക്ലാസ്സിൽ ഉപകാരപ്പെടും. പ്രാക്ടിക്കൽ എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അത് റെക്കോർഡിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എത്ര പേജ് റെക്കോർഡ് എഴുതണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെങ്കിൽ ഈ ക്ലാസ് നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ കമ്പ്യൂട്ടർ അല്ലേ, ഡാറ്റ എൻട്രി ഓപ്പറേഷന്, കമ്പ്യൂട്ടർ, ഇതൊക്കെ 60-70 മാർക്കോളൊക്കെ പ്രാക്ടിക്കലിന്റെ വിഷയമാണ്. ഈ ക്ലാസ്സിന് പങ്കെടുത്തില്ലെങ്കിൽ 35 മാർക്ക് അല്ലെങ്കിൽ 30 മാർക്കോളം, അതിന്റെ ഏകദേശം 50% മാർക്ക് അവർ കട്ട് ചെയ്യും. പിന്നെ ബാക്കി വരുന്ന 30 മാർക്കിൽ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർക്ക് വരുന്നത്. ചിലപ്പോൾ നമ്മൾ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. ആ ക്ലാസ് പങ്കെടുത്ത ഒരാൾ എന്തായാലും പാസ്സാവും. കാരണം പകുതി മാർക്ക് ഇതിലൂടെ കിട്ടുകയാണ്. പിന്നെ പാസ്സാകാനുള്ള മാർക്ക് അവർ അതിൽ നിന്ന് ഇട്ട് തരുന്നതാണ്. ഓക്കെ, കമ്പ്യൂട്ടർ വിഷയങ്ങളും ഡാറ്റ എൻട്രി ഒക്കെ ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കണം. മറ്റുള്ള വിഷയങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ ടെസ്റ്റ് പേപ്പറും വൈവിയും കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്ത് കാണിക്കും. ജീവിതത്തിൽ ഇതുവരെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്ത പല ആളുകളും ഈ +2 SSLC എഴുതുന്നതാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട്, അവർ പഠിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനത്തിൽ കമ്പ്യൂട്ടർ സൗകര്യം, അപ്പൊ ഒരു ആത്മവിശ്വാസം പരീക്ഷ മുമ്പ് കിട്ടാൻ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ പോയി ഒന്ന് എക്സ്പീരിയൻസ് ആകുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതൊക്കെ അവിടെ വെച്ചൊന്ന് പരിശീലിപ്പിക്കുക. ഇതിനൊക്കെ ഈ ക്ലാസ്സുകൾ നമ്മൾ ഉപകാരപ്പെടും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ID കാർഡിന്റെ സ്റ്റഡി സെന്ററിലാണ്. ഗൾഫിലുള്ളവർ
ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യണം, ഈ സ്റ്റഡി സെന്ററിൽ വിളിച്ച് അവരുടെ വിവരങ്ങൾ പറയും. ഞാൻ ഇന്ന് ഗൾഫിലാണ്, എനിക്ക് ക്ലാസ്സിൽ വരാൻ കഴിയില്ല, അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഒരു പരിഗണന. ചിലപ്പോൾ നമ്മുടെ എൻറോൾ നമ്പറും പേരും മൊബൈൽ നമ്പറും അവിടെ നോട്ട് ചെയ്ത് വെച്ച്, ഒരു എബ്രോഡുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു സെന്ററിന്റെ മനസാക്ഷി കൊണ്ട് അവിടെ ഒരു പരിഗണന നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും, നൽകും. അത് പറയേണ്ട ബാധ്യത നമ്മളാണ്. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് മാർക്ക് നഷ്ടമാകോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിന്റെ സ്വഭാവം അനുസരിച്ചാണ്. ചില സ്റ്റഡി സെന്ററിൽ ഈ ക്ലാസ് തന്നെ നൽകുന്നില്ലെങ്കിൽ മാർക്ക് പോകുന്നില്ല, അതല്ല. അപ്പൊ BCPന്റെ ക്ലാസ് കൂടി ഇതിലൂടെ ഉൾപ്പെടുത്തും, പ്രാക്ടിക്കൽ എക്സാമിലും റിട്ടൺ എക്സാമിലും ഉൾപ്പെടുത്തും. ചിലർക്ക് നിർബന്ധമല്ല, വേണമെങ്കിൽ പോകാന്ന് പറയാം, ചിലർക്ക് നിർബന്ധമാണ്. അങ്ങനെ പല രീതിയിലാണ്. ഈ ക്ലാസിന്റെ ഡേറ്റുകൾ വ്യത്യസ്തമാണ്. ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അന്വേഷിക്കണം. ഇപ്പൊ ഡിസംബർ 1-ാം തീയതി ആയാലും നാളെ മുതൽ തിങ്കളാഴ്ച മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്റ്റഡി സെന്ററിലേക്ക് വിളിക്കണം. അപ്പൊ മൊബൈൽ നമ്പർ എവിടുന്ന് കിട്ടും? നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങളുടെ സ്റ്റഡി സെന്റർ ഏതാണെന്നുള്ളത്. നിങ്ങൾക്ക് ഓർമ്മ അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത അക്കാദമിയോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് വരാൻ ഐഡന്റി കാർഡ് പരിശോധിച്ച് കഴിഞ്ഞാൽ താഴെ സ്റ്റഡി സെന്റർ, ആ സ്റ്റഡി സെന്ററിന്റെ ഫോൺ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഓഫീസിലെ കോൺടാക്ട് നമ്പർ കിട്ടും. അതിലേക്ക് വിളിച്ചിട്ട് നമ്മൾ പറയണം NASന്റെ ഇൻചാർജ് ഉള്ള സാറിന്റെ നമ്പർ ഒന്ന് തരും എന്ന് പറഞ്ഞിട്ട് ഓഫീസിലേക്ക് വിളിക്കാം. എന്നിട്ട് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് സാറോട് പറയും, ഞാനിങ്ങനെ മാർച്ച് ഏപ്രിൽ 2025 SSLC അല്ലെങ്കിൽ +2 എടുക്കുന്ന വിദ്യാർത്ഥിയാണ്, അപ്പൊ എന്റെ സബ്ജക്ട് ഇന്നതൊക്കെയാണ്, ഞങ്ങൾക്ക് എന്നാണ് PCP ക്ലാസ് തുടങ്ങുക. അപ്പൊ അതിനുള്ളൊരു മറുപടി അദ്ദേഹം നൽകും. ഇന്ന മാസം തുടങ്ങും, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ അറിയിക്കാം എന്നുള്ള, അല്ലെങ്കിൽ ഗ്രൂപ്പുണ്ട്, ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യാം. ഇങ്ങനെ പല രീതിയിലുള്ള മറുപടികൾ പ്രതീക്ഷിക്കാം. ചില സ്ഥലത്ത് നമ്മൾ ഫോൺ അടിച്ചൊരു കുറേ പ്രാവശ്യം ഫോൺ അടിച്ച് ചിലപ്പോൾ എടുക്കൂല. ഫോൺ അടിച്ചെടുത്തിട്ടില്ലെങ്കിൽ 2-3 ദിവസമൊക്കെ നമ്മൾ ട്രൈ ചെയ്യാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. കാരണം അവർ നമ്മൾ വിളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാനായിട്ട് ഇരിക്കുന്ന ആളുകളല്ല. കാരണം ഈ NASന്റെ ഇൻചാർജുള്ള സാറുമാർ അവിടെ സ്കൂളിലെ അധ്യാപകരാണ്, അവർക്ക് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല, നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഓഫീസ് ടൈമിൽ നിങ്ങൾ ഒരു ലഞ്ച് ബ്രേക്കിലോ അല്ലെങ്കിൽ ക്ലാസ് തുടങ്ങുന്ന സമയമോ അല്ലെങ്കിൽ ഒരു 3:30 മണിക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞ സമയമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അവര് എന്തായിരിക്കും, ഇപ്പൊ ബിസി ആണോ ഫ്രീ ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ആ സമയം നോക്കി നമ്മൾ വിളിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യാം. ഒരു കാരണത്താലും കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് പോയി ഒരു ആഴ്ചയോളൊക്കെ മാക്സിമം ട്രൈ ചെയ്യാം, എന്നിട്ട് പോയി അന്വേഷിക്കാം. വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ക്ലാസ്സിന്റെ ഡേറ്റ് കഴിഞ്ഞു പോകും, മാർക്കും നഷ്ടമാകും എന്നാണ്. ഇതിന് ഹാൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചില സ്ഥലങ്ങളിൽ കമ്പൽസറിയാണ്, ചില സ്ഥലത്ത് കമ്പൽസറി ഇല്ല. ഹാൾ ടിക്കറ്റ് നമ്മൾ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ NASന്റെ സൈറ്റിൽ സ്റ്റുഡന്റ് ലോഗിൻ ചെയ്ത ഡാഷ് ബോർഡിൽ നമുക്ക് ഹാൾ ടിക്കറ്റ് കിട്ടും. PCPയുടെ ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം. അത് നിർബന്ധമൊന്നുമില്ല, ചില സ്ഥലങ്ങളിൽ അവർ പറയണ നിർബന്ധമാണ്. ക്ലാസ്സിന് മുമ്പ് NASന്റെ ID കാർഡും ആധാർ കാർഡും അതേപോലെ തന്നെ ഒരു നോട്ട് ബുക്കും, ഈ ഹാൾ ടിക്കറ്റ് കമ്പൽസറി ഉള്ളവർക്ക് ഹാൾ ടിക്കറ്റ് കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെന്നുള്ളതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഈ തിങ്കളാഴ്ച മുതൽ തന്നെ സെന്ററിലേക്ക് നിരന്തരം വിളിച്ചു പോവുക. എന്തെങ്കിലും ആവശ്യത്തിന് ആ വഴി നിങ്ങൾ യാത്ര പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് സ്കൂളിൽ കയറി അന്വേഷിക്കുകയാണെങ്കിൽ അതായത് ഉത്തമം. ദൂരെയുള്ള സെന്ററുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഫോണിലൂടെയാണ് ബന്ധപ്പെടാൻ കഴിയുള്ളൂ. അങ്ങനെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിൽ നമ്മൾ SSLC+2 നൽകുന്നുണ്ട്. ഓൺലൈനായിട്ട് ആരെങ്കിലും SSLC+2 അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബോസ് എഡ്യൂക്കേഷനിൽ SSLC+2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീനാരായണ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷൻ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷന് നമ്മൾ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.